ഈ പവർ വാഞ്ചലിസം ഈ 80കളുടെ ഒരു പകുതി തൊട്ട് 90കളൊക്കെ ഭയങ്കരമായിട്ട് ഫ്ലറിഷ് ചെയ്തൊരു സമയം, ഭയങ്കര ഉണർവിന് വലിയൊരു ചാലകമായ ഘട്ടമായിരുന്നേ. സമുദായക്കാരുടെ ഇടയിൽ അഭിഷേകം പ്രാപിച്ചും സന്തോഷമായും കൂട്ടായ്മ ആചരിച്ചും ഒക്കെ ഇരിക്കുന്ന ആളുകളുണ്ടായിരുന്നു. CSI മർത്തോമ നമ്മുടെ ബിഷപ്പ് ഉമ്മൻ ജോർജ് അന്ന് അച്ഛനൊക്കെ പുള്ളി അന്ന് ഭയങ്കര സജീവമായി ഇതിനകത്ത് വന്ന ആളാണ്. ഈശോ മാർ തിമോത്തിയോസിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ വലിയൊരു ഉണർവ് നടന്ന കാലഘട്ടമാണ്. അന്നത്തെ പലരും ഇന്ന് വലിയ ചർച്ച് ലീഡേഴ്സും ഒക്കെ ആയിട്ട് മാറി. അന്ന് ഏറ്റവും കൂടുതൽ പവർഫുള്ളായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരുന്ന അച്ഛനായിരുന്നു പൗർവാഞ്ചലിസത്തിന്റെ ഒരു പ്രസംഗനെ ഉള്ളത് ഞാനാ. അതെ, വേറെ ആരും അവർ പ്രസംഗം. അതെ അതെ. അത് ആരംഭത്തിൽ അച്ഛനുണ്ടോ അതോ ആദ്യം ഞാനാ ഉണ്ടാക്കുന്നത്? ഓ, അതിന്റെ ഇവിടുത്തെ ബൈബിൾ സ്കൂളിൽ പഠിച്ച ഒരു ആള് മർത്തോമാരുടെ ഉപദേശമായിട്ട് മാറി. ഓ, അവനിങ്ങനെ വീടുകളിൽ ചെന്ന് കൂട്ടായ്മ നടത്തും. ഓക്കെ. അങ്ങനെ അവൻ നടത്തുന്ന 3-4 സ്ഥലത്ത് കൂട്ടായ്മയുണ്ട്. അതുകൊണ്ട് അവൻ ജീവിക്കുന്നു. അവൻ്റെ വരുമാനം അതാണ്. അവന് വലിയ നിർബന്ധം ഞാൻ ചെന്ന് പ്രസംഗിക്കണം. ഓ, അങ്ങനെ അവൻ കൂട്ടായ്മ നടത്തുന്നിടത്ത് എന്നെ വിളിച്ച് പ്രസംഗിപ്പിച്ചു. അടുത്ത വീട്ടിലും അവൻ നടത്തുന്ന കൂട്ടായ്മയെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ അവർ മാസത്തിലൊരിക്കൽ കൂടി വരാൻ തീരുമാനിച്ചു. പല കൂട്ടായ്മകൾ ഒന്നിച്ച് അങ്ങനെയാ ഇതിൻ്റെ ആരംഭം. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ചു കൂടി. ഇവിടെ കുന്നന്താനത്ത് നമ്മുടെ രാജഗോപാലൊക്കെ സ്ഥലം ഏതാ? ആഞ്ഞിലിത്താനത്ത് ഒരു CSI പള്ളിയുണ്ട് റോഡ് സൈഡിൽ. അവിടെ വെച്ച് നടത്തുന്ന കൂട്ടായ്മയിൽ ആണ് സക്രക്കോശി അച്ഛൻ വരുന്നത്. സൊസൈറ്റിയുടെ സെക്രട്ടറി. അതുവരെ അച്ഛന്മാരൊന്നും വന്നിട്ടില്ല. അവരൊക്കെ വന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്ക് കുറച്ചുകൂടെ അതിനൊരു അച്ഛന്മാരൊക്കെ ഉള്ള ഒരു കൂട്ടായ്മയായിട്ട് കുറച്ചുകൂടെ അംഗീകാരമായി. പിന്നത്തെ മീറ്റിങ്ങിലൊക്കെ ആയിരക്കണക്കിന് ആളുകളാണ് വരുന്നത്. 500 പേര് 1000 പേരൊക്കെയാണ് വരുന്നത്. ഇരുത്താൻ സ്ഥലമില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ശാരൺ ഓഡിറ്റോറിയത്തിലെ ആദ്യത്തെ മീറ്റിങ്ങിൽ തന്നെ ഞാൻ കർത്താവിൻ്റെ വരവിനെ കുറിച്ചാണ് പ്രസംഗിച്ചത്. അത് കഴിഞ്ഞ് ശാരൺ തോമച്ചൻ വീട്ടിലോട്ട് വിളിച്ച് കയറ്റി എന്നോട് പറഞ്ഞു, ഇന്ന് കാഹളം നൂതി കർത്താവിൻ്റെ വരവിൻ്റെ കാഹളം നൂതി എന്നും പറഞ്ഞു വളരെ പ്രൈസ് ചെയ്തു. തോമച്ചൻ ആളുകളെ എക്സൈറ്റഡ് ആവും. വളരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മനുഷ്യനാണ്. തിരുവല്ലായിലും കാണാൻ വരികയാണെങ്കിൽ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാവുള്ളൂ. ഉച്ചയ്ക്ക് ഒരു ഹോട്ടലിലും കയറില്ല. ഞങ്ങളിവിടെ ഉണ്ട്. ഏത് സമയത്ത് വന്നാലും ഏത് കാര്യത്തിന് വന്നാലും ഉച്ചയ്ക്ക് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കണം. ഇതൊക്കെ പറഞ്ഞ് പുലി അത് കോമ്പൗണ്ട് വിട്ടു തന്നു. പൈസ എന്നോട് പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞു, പൈസ ഒന്നും വേണ്ട, നിങ്ങൾ എത്ര വേണേലും ആത്മാവിൽ ആരാധിച്ചോളാം. പൈസ ഒന്നും വാങ്ങിച്ചില്ല. പിന്നെ അവിടെ ആയപ്പോഴത്തേക്ക് കുറച്ചുപേര് വരാൻ മടിച്ചു. പിന്നെ ഒരു പെന്തക്കോസ് അച്ഛന്മാർക്കൊക്കെ വരാൻ മടിയായി. പെന്തിക്കോസിൻ്റെ ഒരു കേന്ദ്ര സ്ഥലത്തിട്ട് പെന്തിക്കോസിൽ ഈ ആളിനെ കൊണ്ടുപോകാനാണെന്നും പറഞ്ഞൊരു പരാതി അതിനു മുമ്പ് എണ്ണ ഇറങ്ങിയിരുന്നു. അച്ഛൻ അതിനകത്ത് പ്രസംഗിക്കാനൊക്കെ പോകുമ്പോഴും ഈ ഒരു പെന്തക്കോസ്തിലേക്ക് ആളെ പിടിക്കാനുള്ള ഒരു കാര്യമായിട്ട് അതിനെ ഉപയോഗിച്ചിട്ടില്ല. ഇല്ല. പക്ഷെ അവരൊക്കെ പോയി സ്നാനപ്പെട്ടു. നമ്മൾ പ്രസംഗിക്കാതെ തന്നെ അവർക്കെല്ലാം അറിയാമല്ലോ, ഉള്ളിൽ അറിയാമല്ലോ. അതെ. ഈ കരിസ്മാറ്റിക്കാരുടെ കാര്യം പറഞ്ഞല്ലോ, കരിസ്മാറ്റിക് മൂത്ത് പെന്തിക്കോസ് ആകും. അതെ എന്ന് പറഞ്ഞ പോലെ കൂട്ടായ്മ മൂത്ത് CSI അങ്ങനെ ആ കൂട്ടത്തിൽ ആഭരണം ഊരുക എന്നൊരു വ്യവസ്ഥ ഇല്ലായിരുന്നെങ്കിൽ എല്ലാം പെന്തിക്കോസിലായിരുന്നു. സഹോദരിമാരാണല്ലോ. അതെ അതെ അതെ. നമ്മള് ഈ ചരിത്രത്തിൽ നമ്മൾ ചെയ്തൊരു അബദ്ധമായിട്ട് തോന്നുന്നുണ്ടോ ഇപ്പോഴും? വലിയ അബദ്ധമായിരുന്നു. വലിയൊരു അബദ്ധമാണ്. നല്ല ഉദ്ദേശത്തിൽ ചെയ്തതാണ്. പക്ഷേ അത് ഒരുപാട് ആളുകൾ മുമ്പോട്ട് വരാൻ തക്കവണ്ണം തടസ്സമായി തീർന്നു. നമ്മളെ ഒരു കൾട്ടായിട്ട് കാണുകയും ചെയ്തല്ലേ. കൾച്ചറൽ പ്രശ്നം മാത്രമല്ല, അപ്പോസ്തലിക ഉപദേശത്തിലൊന്നും ഇതില്ലല്ലോ. ആഭരണം ഒരു വിഷയമല്ല. പത്രോസ് ആഭരണം ഊരിച്ചെന്ന് പറയുന്നില്ലല്ലോ, ഒരിടത്തും പറയുന്നില്ല. ആകെ ഇവർ പറയുന്ന വെള്ളി പൊന്ന മുതലായ കഴിഞ്ഞ 3 ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു വിഷയമാണ്, ഒരു വാക്യമാണ്. അങ്ങനത്തെ വാക്യമൊക്കെ എടുത്താ സ്ഥാപിക്കുന്നു. എന്നെ പിടികൂടിയായിരുന്നു. ഞാൻ ഇങ്ങനെ ഇവരുടെ ഇടയിൽ പോയി പ്രസംഗിക്കുന്നു പറഞ്ഞ് കൗൺസിൽ വിചാരണയ്ക്ക് അവിടെ ജനറൽ കൗൺസിലിലെ
TC മാത്യു അവതരിപ്പിച്ച്. പ്രൊഫസർ TC മാത്യു. ആ, ഞാനില്ല, ഞാൻ അന്ന് വൈകിട്ട് കൺവെൻഷൻ പ്രസംഗിക്കേണ്ട ആളാ. അതുകൊണ്ട് ഞാൻ നേരത്തെ അങ്ങ് പോയി. ഓക്കെ. പ്രസംഗം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളി ഇതെടുത്തിട്ടു. ഇവർ ചോദിച്ചു, KC John ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, പറയാമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഇവിടെ അവർ 3 പേരെ തീരുമാനിച്ചു എന്നോട് സംസാരിക്കാനായിട്ട്. ഒന്ന് PM വരുമ്പോൾ, ഒന്ന് PK ചാക്കോ, മറ്റൊന്ന് ഇയാൾ ആ ബഹറിലെ TT ജോസഫ്. അന്ന് സംസാരിക്കേണ്ട, അന്ന് പ്രസംഗമല്ലേ, അടുത്ത ദിവസം മതി എന്ന് പറഞ്ഞു. വെള്ളിയാഴ്ച പ്രസംഗം, ശനിയാഴ്ച ആയപ്പോൾ ഇവിടെ മുറിയിൽ കുമ്പനാട് കൺവെൻഷൻ സമയത്ത്, കുമ്പനാട് കൺവെൻഷൻ ടൈം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് PK ചാക്കോയുടെ മുറി വെച്ചാ. PK ചാക്കോയുണ്ട് വിചാരണ നടത്തുക. അവിടെ പുള്ളി PM വരുമ്പോൾ വന്ന് അവിടെ ഒരു കട്ടിലുണ്ട്, അവിടെ കയറി കിടക്കുക, വർത്തമാനം പറയുന്നുണ്ട് കിടന്നുകൊണ്ട്. ഞാൻ ആ കട്ടിലത്തിൽ തന്നെ ഇരിക്കുക, കസേരയിട്ട് ഇവരെല്ലാം അവിടെ ഇരിപ്പുണ്ട്. ജോർജ് ഓറീസും ഉണ്ട്. ഞാൻ പറഞ്ഞു, IPC സഭ എന്താണോ ഇതിൽ വിശ്വസിക്കുന്ന ആ വിശ്വാസം എനിക്കുള്ളത്, വ്യത്യാസമില്ല. പക്ഷെ എനിക്കൊരു സംശയമുണ്ട്. നിങ്ങളിപ്പം വികാസമരാമം തീർത്തു തരാമല്ലോ, ആഭരണം ഉപയോഗിക്കരുതെന്ന് പുതുനിയമത്തിൽ എവിടെയെങ്കിലും കൽപ്പനയുണ്ടോ? അങ്ങ് ജോർജ് ഓറീസ് റൈസായി ചൂടി. ഇത്ര നാളത്തെ അറിയത്തില്ലല്ലേ, ഇസ്രായേൽ മക്കൾ അവിടെ മുതൽ ആഭരണം ധരിച്ചില്ല. പറഞ്ഞു നിർത്തിയിട്ട് ഞാൻ വീണ്ടും പറഞ്ഞു, എവിടെയെങ്കിലും ഒരു തെളിവ് തരാനുണ്ടോ പുതുനിയമത്തിൽ നിന്ന്? മനസ്സിലായില്ലേ? വേറൊരിടത്ത് വാക്യം, അതും പഴയ നിയമത്തിലൊരു വാക്യ, ഏതാണ്ട് കരുവേലകത്തിൻ്റെ അടി കുടിച്ചിട്ടൊന്നും പറഞ്ഞു. പുള്ളിക്ക് പിടി കിട്ടുന്നില്ല. പുതിയ നിയമം എന്ന് പറയുന്നത് മാത്രം പുള്ളിയുടെ മൈൻഡിലോട്ട് വരുന്നില്ല, ബൈബിൾ എന്നുള്ള ചിന്ത. ഉടനെ PK ചാക്കോ പറഞ്ഞു, പൊടിക്കുഞ്ഞെ, KC John പറയുന്ന മനസ്സിലാകുന്നില്ല പൊടിക്കുഞ്ഞിന്. പുതിയ നിയമത്തിലൊരു വാക്യമുണ്ടോ എന്നാ ചോദിച്ചത്. അവരെത്ര കിട്ടിയില്ല, വേർപെട്ടു എന്നൊക്കെ പറഞ്ഞു. അപ്പം ആവരണമാണെന്ന് അവിടെ എഴുതിയിട്ടില്ലല്ലോ. അന്ന് വരെ എൻ്റെ വിശ്വാസം അതാണ്. പക്ഷേ പാസ്റ്റർ KC John എന്തുകൊണ്ട് അതിനു വേണ്ടി നിന്നില്ല? അതായത് അതിനുവേണ്ടി നിന്നില്ലെന്ന് പറഞ്ഞാൽ ആളുകളുടെ ഇമോഷണലായിട്ടുള്ള തിങ്കിങ് അങ്ങനല്ല, പൊതുവികാരം നമുക്കെതിരായി. എൻ്റെ വലിയ സ്ഥാനപ്പെട്ടപ്പോൾ അപ്പച്ചനെ അടിച്ചടിച്ച് അത് ചെയ്തതാ. ആഭരണ ഊരിയന് എൻ്റെ അമ്മ ഒത്തിരി കഷ്ടം സഹിച്ചതാ, എൻ്റെ അമ്മ അടി കൊണ്ടതാണ്. എൻ്റെ അച്ഛൻ എന്നൊക്കെയാണ്. അതാണ് ഇമോഷണൽ ഫീലിംഗാ. അവിടെ നമ്മൾ അതേ വല്ലം കയറിത്തൊട്ടെങ്കിൽ വിശ്വാസത്തിന് വേണ്ടി വില കൊടുക്കുന്നതായിട്ടാണ് ഒരു വൈകാരികമായിരുന്നത്. സത്യത്തില് എന്റെ എല്ലാവർക്കും മനസ്സിലായി തുടങ്ങിയെന്ന് തോന്നുന്നു. ഇപ്പൊ മനസ്സിലായിട്ടുണ്ട്. മാത്രമല്ല ഇത് വന്നത് സത്യത്തിൽ ഈ ബ്രദറൻ പിന്തുടർച്ചയായിട്ട് നമുക്ക് കിട്ടിയത്, ബ്രദറുകാർക്ക് അത് കിട്ടിയത് യൂസ്തുസ് ജോസഫിൽ നിന്നാണ്. പിന്നെ യൂസ്തുസ് ജോസഫ് ഇപ്പൊ അതൊരു വലിയ വിവാദം, പാട്ടൊക്കെ വിവാദമായ കാലഘട്ടമാണ്. അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തായിരുന്നു. അതായത് യൂസ്തുസ് ജോസഫ് ഈ കർത്താവ് വരും, ഇപ്പൊ വരുമെന്നും പറഞ്ഞ് 5.5 വർഷത്തെ കാലാവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ഈ ആളുകളെല്ലാം അവരുടെ വസ്തുവകകൾ വിറ്റ് ആഭരണങ്ങൾ ഊരി ഇദ്ദേഹത്തിന്റെ കാൽക്കൽ കൊണ്ടുവച്ചു. കർത്താവ് ഇട്ട് വന്നു ഇല്ല, ഇവരിതെല്ലാം എടുത്ത് ഭക്ഷണം എല്ലാം കഴിച്ച് ഇവർ ഭയങ്കര ദാരിദ്ര്യത്തിലൊക്കെ ആയി. പിന്നെ ഇവർക്ക് ആഭരണം വാങ്ങാൻ സംവിധാനമൊന്നും ഇല്ലായിരുന്നു. പിന്നുണ്ടായിരുന്നവര് ആഭരണം ഇല്ലാതെയാണ്. നിരാഭരണത്വം അവരുടെ മതത്തിന്റെ യൂയോമയ സഭയുടെ ഒരു ഉപദേശമാക്കി മാറ്റി. പിന്നീടാണ് ഈ ബ്രദറൻ ആശയങ്ങളിലേക്ക് ഇത് വന്നപ്പം അവരതിൻ്റെ ഒരു പിന്തുടർച്ചക്കാരായി മാറി. അങ്ങനെ എനിക്ക് തോന്നുന്നു ഇപ്പം പ്രത്യക്ഷ രക്ഷാദിവസക്കാർക്കും ആഭരണം ഇല്ലെന്ന് തോന്നുന്നല്ലേ? അത് ഇല്ല, PRDS അവർക്കും ഇല്ല. അപ്പം ഈ നിരാഭരണം ഒരു മതവിശ്വാസമാക്കി കളഞ്ഞു നമ്മൾ. അത് മിയർ ക്രിസ്ത്യാനിറ്റി മാറിക്കളഞ്ഞത്. ന്യൂ ടെസ്റ്റമെന്റിൽ തെളിയിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ്. തെറ്റായ വാക്യങ്ങൾ അതിന് പറയുന്നു. നമ്മൾ ചോദിച്ചാൽ, അതെ, ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അതിൻ്റെ ഒരു പ്രചാരകനായി നടക്കുന്ന ആളായിരുന്നു നമ്മുടെ കോഴഞ്ചേരി മോനച്ചൻ. ഗൾഫിലൊക്കെ സൗദി അറേബ്യയിലെ സ്പെഷ്യലിസ്റ്റ് അതിനുവേണ്ടി ക്ലാസ്സുകൾ എടുക്കുന്ന ആളായിരുന്നു. അപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞാൽ പുള്ളി വല്ലയിടത്തൊക്കെ പറയുന്നുള്ളൂ. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു കാര്യം സ്നേഹത്തോടെ ചോദിക്കുക, ഇതെങ്ങും പ്രസിദ്ധപ്പെടുത്തണ്ട, എനിക്ക് കറക്റ്റ് അറിയാനാണ് നിങ്ങളെങ്ങനെ ഏത് രീതിയിൽ അത് പഠിപ്പിക്കുന്നത്. ബുദ്ധിമുട്ടിലെ വാക്യം ഉണ്ടോയെന്ന് ചോദിച്ചിട്ടാണ്. പിന്നെ അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു പറഞ്ഞൊരു വാക്യമുണ്ട്, അപ്പം നുറുക്കി
ഉപദേശത്തിനകത്തുള്ള ഞാൻ പറഞ്ഞതിനകത്ത് ഉണ്ടെന്ന് പാസ്റ്റർ പറയുന്നതല്ലേ ഉള്ളൂ, അവിടെ ഒന്നും എഴുതിയിട്ടില്ലല്ലോ. എവിടെയെങ്കിലും പറഞ്ഞു പൊന്ന് ദൈവത്തിന് പിണക്ക പുതിയ നിയമസഭയിലെ ആരെങ്കിലും പൊന്ന് ഉപയോഗിക്കുന്നത്. പഴയ നിയമത്തിലാണെങ്കിൽ അവരുടെ പണികൾക്കെല്ലാം പൊന്ന് വേണമായിരുന്നു. പുതിയ നിയമത്തിൽ പൊന്ന് വെള്ളി മുതലായ സാധനങ്ങൾ പാടില്ല. ഞാൻ ചോദിച്ചു പ്ലാസ്റ്റിക്കോ മാറിയിട്ടാൽ അവരോട് പോലും. ഓ ശരി, പൊന്നിനോടുള്ള വിരോധം. പക്ഷെ പാടാറുണ്ടെന്ന് തോന്നുന്നു അവിടെ, പൊന്മണി മാല അവൻ എനിക്ക് തരും. അവിടെ ചെല്ലുമ്പോൾ അവിടെ തങ്കത്തെരുവിൽ നടക്കാൻ പോവല്ലേ. പക്ഷെ അതുകൊണ്ട് നമുക്കൊരു വലിയ അപജയം വന്നു. നമ്മൾ മിയർ ക്രിസ്ത്യാനിറ്റി മുഖ്യധാരയിൽ നിന്ന് മാറേണ്ടി വന്നു. നമ്മളെ തെറ്റിദ്ധരിച്ചു, നമ്മൾ ഐസൊലേറ്റ് ചെയ്യപ്പെട്ടു. അല്ല, ഒരുപാട് ആളുകൾ മുമ്പോട്ട് വരാനിരുന്ന ആളുകൾ ഈ ഒരൊറ്റ കടമ്പോട്ട് മാറിയില്ല. വേർപാട് എന്ന് പറയുന്നത് ഇതാണെന്ന് തെറ്റിദ്ധരിച്ചു. പാപത്തിൽ നിന്നുള്ള വേർപാട് എന്നതിനേക്കാൾ ഉപരി ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണെന്ന് വന്നു. അതൊരു വലിയ സങ്കടമാണ്. ന്യൂ ജനറേഷൻ സഭകൾ തുടങ്ങാനും ഒരു പ്രചോദനമായത് ഇങ്ങനെയുള്ളതാണ്. അതാ ഓക്കെ, ഈ പവർ ഇവാഞ്ചലിസത്തിലോട്ട് തിരിച്ചു പോയാൽ നമ്മൾ ഈ പവർ ഇവാഞ്ചലിസം എത്ര കാലഘട്ടത്തെ ഒരു ഉണർവായിരുന്നത്? ഒരു 4 വർഷമെങ്കിലും കാണും. 4 വർഷം, 3-4 വർഷം കാണും. സത്യത്തിൽ അത് ഈ പെന്തക്കോസ്തിലേക്ക് കണ്ടമാനം കുടുംബങ്ങൾ വരാനായിട്ടും ഒരു കാരണമായി. അച്ഛന്മാർ സ്നാനപ്പെട്ടില്ലേ? അച്ഛന്മാരെ അച്ഛനാണോ സ്നാനം? അതെ. എത്ര പേര് സ്നാനപ്പെടുത്തി? 5 പേര്. 5 അച്ഛന്മാരെ സ്നാനപ്പെടുത്തി. ഇവിടത്തെ കടവിൽ വെച്ചായിരുന്നല്ലോ. അതൊക്കെ വലിയ വിപ്ലവം. സാൻകുട്ടി ഫോട്ടോ എടുക്കാൻ പോലും സമ്മതിച്ചില്ല. ഇത് വിവാദമാക്കണ്ട, അവർക്ക് ഒരു ബുദ്ധിമുട്ട് വരണ്ട, എപ്പിസ്കോപ്പൽ സഭകൾക്കൊരു ഒരു ഹർട്ടിങ് ആകണ്ട. അതാണ് അത്രയും ഫീലിങ്സ്, മറ്റുള്ളവരുടെ ഫീലിങ്സിനെ ഏറ്റവും കൂടുതൽ അച്ഛൻ ബഹുമാനിക്കുന്നതാണ്. അച്ഛന്മാർ ഇങ്ങനെ സ്നാനപ്പെടുന്നത് വീഡിയോ ഫോട്ടോയൊക്കെ വന്നു കഴിയുന്നുണ്ട്. എപ്പിസ്കോപ്പൽ കമ്മ്യൂണിറ്റിക്ക് ഒരു അപകേളനപരമായിട്ട് അവർക്ക് തോന്നുന്നുണ്ടായെന്ന് വിചാരിച്ച് അന്ന് റിപ്പോർട്ട് ചെയ്യാനോ ഫോട്ടോ പോലും എടുപ്പിക്കാനോ സമ്മതിച്ചില്ല. ശരിയാണ്, എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ശരിയാ. പരസ്യം കൊടുത്തില്ലല്ലോ, നോട്ടീസ് മേടിച്ചില്ല, പരസ്യം കൊടുത്തില്ലൊന്നുമില്ല. അറിഞ്ഞു കേട്ട് വന്നവരാ. ഒരുപാട് ആൾ വന്ന പാലം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അവർ പിന്നെ ഒരു ചർച്ചയായിട്ട് രൂപാന്തരപ്പെട്ടു അല്ലേ? അവരൊരു ചർച്ച അവിടെ മലങ്കര ക്രിസ്ത്യൻ ചർച്ച്. അത്